അങ്ങ് സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നത് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ മക്കളെല്ലാം പേരായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന നാഥ, ഇന്ന് കർത്താവെ പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നത് കർത്താവെ ഏറ്റവും അനുഗ്രഹമായി തീർന്നു എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തുമാറാകണമേ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ കർത്താവെ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് പകൽ അവിടുന്ന് വ്യക്തമായി ഇടപെടുമാറാകണമേ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ കൃപ പ്രിയപ്പെട്ടവരുടെ മേല നാഥനെ അധികമായി ചൊരിയുമാറാകണമേ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാത്രയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു, അവരും കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കുമാറാകണമേ കർത്താവേ. സ്തോത്രം കർത്താവേ. ആരാധനയ്ക്ക് കർത്താവെ ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ ബലപ്പെടുത്തുമാറാകണമേ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ശക്തിയോടെ ആത്മാവിൻ്റെ നിറവിൽ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. നല്ല സങ്കീർത്തനങ്ങളെ നൽകണമേ, നല്ല സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാകണമേ, അവിടുന്ന് ഞങ്ങളോട് വ്യക്തമായി സംസാരിക്കുമാറാകണമേ. തിരുമേശയിൽ നിന്ന് കർത്താവെ പ്രാഗൽഭ്യത്തോടെ കൈനീട്ടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചു തരട്ടെ. സകലമാനവും മഹത്വം അങ്ങ് മാത്രം എടുക്കണമേ, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു ഗാനം ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിന് യോഗ്യൻ ക്രിസ്തു അത്രേ. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ആമേ. മാധുര്യരാഗമാം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമാം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ആമേൻ. തൻ തിരുമേനി അറുക്കപ്പെട്ടു രുധിരത്തിൻ വിലയായി വാങ്ങിയതാ. തിരുമേനി അറുക്കപ്പെട്ടു രുധിരത്തിൻ വിലയായി വാങ്ങിയതാ. ഓ ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജാതികൾ സർവവും ചേർന്നുകൊണ്ട്. ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജാതികൾ സർവവും ചേർന്നുകൊണ്ട്. ഓ ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ആമേ. മാധുര്യരാഗമാം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമാം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. പാപത്തിനതിനതയിൽ നീ അടിയാരെ നീ വിടുവിച്ചു. പാപത്തിനതിനതയിൽ നീ അടിയാരെ നീ വിടുവിച്ചു. അത്ഭുതമാർന്നൊളിയൽ പ്രിയനോടെ രാജ്യത്തിലാക്കിയതാ. അത്ഭുതമാർന്നൊളിയൽ പ്രിയനോടെ രാജ്യത്തിൽ
വേഗം വരുന്നതിനാ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. ആമേൻ. യേശുദൻ വേഗം വരുന്നതിനാ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദ നാളതിലേ. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദ നാളതിലേ. അവൻ ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. അവൻ മാധുര്യരാഗമീരങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ഓ മാധുര്യരാഗമീരങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. അവൻ വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളുണ്ടാം. ഓ വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളുണ്ടാം. ആയവൻ അരുളിയ രക്ഷയിൽ മഹിമയ്ക്കായി കിരീടങ്ങൾ താഴെയിട്ടു. ആയവൻ അരുളിയ രക്ഷയിൽ മഹിമയ്ക്കായി കിരീടങ്ങൾ താഴെയിട്ടു. അവൻ ദയ ലഭിച്ചോ ഹല്ലേലൂയ. അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. അവൻ മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ഓ മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. അവൻ ദൈവകുഞ്ഞാണവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. അവൻ ദൈവകുഞ്ഞാണവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ഓ സ്തുതിച്ചിടാം വെള്ളത്തിനിരച്ചപ്പോൾ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. സ്തുതിച്ചിടാം വെള്ളത്തിനിരച്ചപ്പോൾ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. അവൻ ദയ ലഭിച്ചോ സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. അവൻ മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. അവൻ യേശുദൻ വേഗം വരുന്നതിനാ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. അവൻ യേശുദൻ വേഗം വരുന്നതിനാ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. നമ്മെ സ്നേഹിച്ച യേശുവിൽ കണ്ടിടുവോ ആനന്ദ നാളതിലേ. നമ്മെ സ്നേഹിച്ച യേശുവിൽ കണ്ടിടുവോ ആനന്ദ നാളതിലേ. അവൻ ദയ ലഭിച്ചോ സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. അവൻ മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ഓ Praise the Lord. Hallelujah. മാധുര്യരാഗമങ്ങളാലെ അവനെ നാം Praise God. Praise God. പുകഴ്ത്തിടാം. അവൻ മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ഓ ഹല്ലേലൂയ. Praise the Lord. Thank you, Lord Jesus. Thank you, Lord. Praise the Lord.
യേശുവേ നന്ദി നാഥാ. കർത്താവേ, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യും. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വീണ്ടും നമ്മുടെ തലകളെ വണക്കി ദൈവസന്നിധിയിൽ തുടർന്നുള്ള ശുശ്രൂഷകളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ, ആത്മാവിൻ്റെ നിറവിൽ ആത്മാവിൻ്റെ ശക്തിയോടെ കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ആമേൻ. നല്ല സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കണം. ആമേൻ. സ്തോത്രം. നമുക്ക് ആവശ്യമായ ദൈവിക ആലോചന കർത്താവ് നൽകി തരേണ്ടതിന്, കടന്നു വന്നതിനേക്കാൾ ഉപരി ആത്മിക ബലം പ്രാപിച്ച് മടങ്ങുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന്, കർത്താവിൻ്റെ സന്നിധിയിൽ വന്നത് ഏറ്റവും ആമേൻ അനുഗ്രഹമായി, അതിൻ്റെ ജീവിതത്തിന് വിടുതലായി എന്ന് പറയത്തക്കവണ്ണം ദൈവപ്രവർത്തി വെളിപ്പെട്ട് കണ്ട് ആമേൻ അത്ഭുത സാക്ഷികളായി നമ്മെ ഓരോരുത്തരെയും കർത്താവ് നിർത്തേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. തിരുമേശ നമ്മുടെ മധ്യയുണ്ട്. പ്രാഗൽഭ്യത്തോടെ കരം നീട്ടുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച്, നമ്മെ സ്തോത്രം നമ്മുടെ സഭയാം കുടുംബങ്ങളെ സമർപ്പിച്ച്, കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച്, തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതയാമത്തിലപ്പാ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങളെ കടന്നു വരുന്ന പിതാവേ, അവിടുന്ന് ഞങ്ങളോട് മനസ്സലിയുന്ന, അവിടുന്ന് ഞങ്ങളോട് ദയ തോന്നുന്ന, അവിടുന്ന് ഞങ്ങളോട് കൃപ തോന്നുന്ന ദൈവമാകിയാൽ അങ്ങേ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന പിതാവേ. അപ്പം അങ്ങേ സ്തുതിക്കുന്നപ്പാ, ഈ പ്രഭാതത്തിൽ അങ്ങേ സ്തുതിക്കുന്നപ്പാ, അങ്ങേ പാടി സ്തുതിപ്പാൻ, അപ്പം അങ്ങേ സ്തുതിക്കുന്ന അങ്ങേക്ക് പ്രാർത്ഥന കരയേറ്റുവാൻ, അപ്പം അങ്ങേ സ്തുതിക്കുന്ന ഞങ്ങളുടെ സംഘപ്പ, അങ്ങേ സ്തുതിക്കുന്ന പിതാവേ, ഞങ്ങളുടെ അപ്പാ സാക്ഷ്യങ്ങൾ, അപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ സാക്ഷ്യങ്ങളും പങ്കെടുപ്പ ഞങ്ങളുടെ പാട്ടുകളും ഒക്കെ അങ്ങേക്ക് പ്രസാദമായി തീരുവാൻ, അങ്ങേക്ക് പ്രസാദമുള്ള ഒരു യാഗമായി തീരുവാൻ അവിടുന്ന് ഞങ്ങളോട് കൃപ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ ഞങ്ങൾ പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണയാത്മാവോട്, പൂർണ്ണ ബലത്തോട് അങ്ങേക്ക് പ്രസാദമുള്ള ഒരു യാഗമായി അർപ്പിപ്പാൻ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഞങ്ങളുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ലല്ലോ, പാപമൊഴിയ സകലത്തിനും ഞങ്ങൾക്ക് തുല്യനായി പരീക്ഷിതനായവൻ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനും അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന പിതാവേ. അപ്പോൾ അവിടുന്ന് ഞങ്ങളോട് കൃപ തോന്നുന്ന, കരുണ തോന്നുന്ന ദൈവമാകാൽ അങ്ങേ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന പിതാവേ. അപ്പം അങ്ങേ സ്തുതിക്കുന്നപ്പോൾ വേദനയോടെയും പ്രയാസത്തിലൂടെയും ദുഃഖത്തിലൂടെയും കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ. അപ്പം അങ്ങേ സ്തുതിക്കുന്ന കഴിഞ്ഞ ദിനങ്ങളൊക്കെയും കാത്തു പരിപാലിച്ചല്ലോ, അവിടുത്തെ തങ്കച്ചിറകിന്റെ മറവിൽ മറച്ചല്ലോ. അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന പിതാവേ. അപ്പം അങ്ങേ സ്തുതിക്കുന്ന അങ്ങയുടെ വചനം ശുശ്രൂഷിക്കാൻ അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തണമേ. വചനം ജീവനായി മാറട്ടെ, വചനം പ്രവൃത്തിയായി മാറട്ടെ, വചനം അത്ഭുതമായി മാറട്ടെ. ഈ വചനം ഒരു വിടുതലായി മാറത്തക്കവണ്ണം അങ്ങയുടെ അത്ഭുതത്തിന്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. അപ്പൊ അങ്ങേ സ്തുതിക്കുന്ന പിതാവേ, ആദ്യോടന്തം കൂടെ പരിശുദ്ധയാത്മാവിന്റെ സാന്നിധ്യം ഇതിന്മേൽ ഇറങ്ങി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ മുമ്പിൽ തിരുമേശയുണ്ടല്ലോ അപ്പാ, അങ്ങേ സ്തുതിക്കുന്നപ്പാ, പാപം ഒഴികെ അങ്ങേ സ്തുതിക്കുന്നപ്പാ, അങ്ങയുടെ അത്ഭുതത്തിന്റെ കരം അതിന്മേൽ നീട്ടണമേ. അപ്പൊ അങ്ങേ സ്തുതിക്കുന്ന അതിന്മേൽ അങ്ങയുടെ അദൃശ്യ കരം വെച്ച് അതിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു
പ്രാർത്ഥിക്കുന്നു. അത് വിടുതലായി മാറത്തക്കവണ്ണം, അത് അത്ഭുതമായി മാറത്തക്കവണ്ണം, അത് സൗഖ്യമായി മാറത്തക്കവണ്ണം അങ്ങയുടെ അത്ഭുതത്തിന്റെ കരമതിമേൽ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. അവിടുത്തെ സാന്നിധ്യം ആദ്യോടന്തം അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണമേ, അങ്ങയുടെ കൃപയെ പൊതിയണമേ. തുടർന്ന് പ്രാർത്ഥിക്കുവാൻ, പാടുവാനും അങ്ങയെ ആരാധിപ്പാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. മനസ്സലിയണം, ബലപ്പെടുത്തണം, സഹായിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 20-ാം സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സാംസ് നമ്പർ 20. അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ, 8, 9 വാക്യങ്ങൾ ചേർന്ന് പാടിയും നമ്മുടെ കർത്താവിന് മഹത്വം കരയറ്റാമല്ലോ. 20-ാം സങ്കീർത്തനം എല്ലാ പ്രിയപ്പെട്ടവരും എടുത്തു എന്ന് കരുതുന്നു. 20-ാം സങ്കീർത്തനം, സാംസ് നമ്പർ 20. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ, യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെ ഒക്കെയും അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തെ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തെ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ നിന്റെ അഭിഷേകത്തിലെ രക്ഷിക്കട്ടെ പൊളിയുന്നു. അവന്റെ വിശുദ്ധവർഗത്തിൽ നിന്റെ പ്രവൃത്തികളാൽ അവന് ഉത്തരവുള്ളൂ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളേണമേ. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാ ധരങ്ങളും തുറന്ന് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. അവിടുന്ന് നമ്മെ പരിപാലിച്ച വിധങ്ങളെ ഓർത്ത്, അവിടുന്ന് നമ്മെ കരുതിയ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ. തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ നലിന്തുവരെയും കർത്താവ് നമ്മെ നിർത്തിയത്, കർത്താവ് നമ്മെ പരിപാലിച്ചത്. ഈ മരുഭൂമിയിൽ നമ്മൾ അനർത്ഥം കാണാഞ്ഞിട്ടല്ല. ആമേ, സ്തോത്രം. ആമേൻ. അനർത്ഥം നമുക്ക് സംഭവിക്കാമായിരുന്നിട്ടല്ല. ഇന്ന് ആമേ പകൽക്കാലവും ദൈവസന്നിധിയെ കടന്നു വരുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ ഒരു അവസരവും കൂടെ നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ അവിടുന്ന് നമ്മെ വീണ്ടെടുത്തതിനെ ഓർത്ത്, ആമേൻ, അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞു തന്നതിനെ ഓർത്ത്, അവിടുത്തെ ശരീരം നമുക്ക് വേണ്ടി ദുർക്കപ്പെട്ടതിനെ ഓർത്ത്, ആമേൻ, ഈ രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാൻ നമ്മെ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാമോ. പ്രിയരെ, ആമേ, നാം ഇന്ന് പകൽക്കാലവും കടന്നു വന്നിരിക്കുന്നത് ആമേൻ ആരാധനായ നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ. തിരുവെഴുത്തിൽ നാം വായിച്ചതുപോലെ ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. എന്നാൽ ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. അവിടുന്ന് ജീവനുള്ള ദൈവമാണ്. അവൻ അവിടുന്ന് ഞങ്ങളുടെ മധ്യ ഇറങ്ങി വരുന്ന ദൈവമാ. അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാ. അവിടുന്ന് സകലത്തിന്റെ മേലും അധികാരമുള്ള ദൈവമാ. എല്ലാം മുട്ടും അവിടുത്തെ നാമത്തിന്റെ മുൻപാകെ മടങ്ങും. എല്ലാം നാവും എന്റെ യേശു മാത്രം കർത്താവെന്ന് ഏറ്റു പറയോ. അവൻ ആ കർത്താവിന്റെ മുൻപാകെ കടന്നു വരുവാ. നമുക്ക് പ്രാപ്തരാക്കി കർത്താവ് തീർത്തത് കൊണ്ട് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുമ്പോൾ നമുക്ക് ചേർന്ന് പാടാം. കർത്തൻ നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും അതേ യേശു മാത്രം. കർത്താവ് ചേർന്നോ നമുക്ക് ഒരുമിച്ച് പാടാമല്ലോ. കർത്തനീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്.
സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവ്. കർത്തൻ നീ, കർത്തൻ നീ, മരണത്തെ ചേടുന്നേറ്റവേ. എല്ലാ മുട്ടും പാടും, എല്ലാ നാവും പാടി, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും പാടും, എല്ലാ നാവും പാടി, യേശു മാത്രം കർത്താവ്. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ യേശു മാത്രം കർത്താവ്. കർത്തൻ നീ, കർത്തൻ നീ, മരണത്തെ ജയിച്ചിടുന്നേറ്റവേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവ്. He's Lord, He's Lord. He has risen from the dead, He's Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവ്. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഒരു ഗാനവും കൂടെ നാം ഒരുമിച്ച് ചേർന്ന് പാടി കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനെ, തിരുനാമം ഉയർന്നിടട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കരങ്ങളെ അടിച്ച് ആത്മാവിൻ്റെ ശക്തിയോടെ പാടി കർത്താവിനെ മഹത്വം കരയറ്റാം.
ഭാഗ്യമായി തീർന്നിടണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ തീർന്നിടണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ എല്ലാ അങ്ങേ മഹത്വത്തിനാ സ്നേഹത്തിലൂടെ എല്ലാം കാണുവാ ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാ ഓ സ്നേഹത്തിലൂടെ എല്ലാം കാണുവാ ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാ എന്നിൽ നീ സ്വഭാവം പകരണമേ ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ എന്നിൽ നീ സ്വഭാവം പകരണമേ ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ എല്ലാം അങ്ങേ മഹത്വത്തിനായെല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ തീർന്നിടണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ എല്ലാം അങ്ങേ മഹത്വത്തിനാ ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ ആത്മദായക നിരന്തരമാ എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ ആത്മദായക നിരന്തരമാ എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ എല്ലാം അങ്ങേ മഹത്വത്തിനായെല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ തീർന്നിടണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ എല്ലാം അങ്ങേ മഹത്വത്തിനാ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവന് അങ്ങേ വാഴ്വിനായി മാത്രം തീരണം ആമേ ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവന് അങ്ങേ വാഴ്വിനായി മാത്രം തീരണം എല്ലാം അങ്ങേ മഹത്വത്തിനായെല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ തീർന്നിടണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ എല്ലാം അങ്ങേ മഹത്വത്തിനാ വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേദനിച്ച നിഞ്ജനം വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേദനിച്ച നിഞ്ജനം നിന്റെ പൂർണ്ണനാമ മഹത്വത്തിന ഇനം ശോഭിപ്പാൻ കൃപ നൽകണമേ നിന്റെ പൂർണ്ണനാമ മഹത്വത്തിന ഇനം ശോഭിപ്പാൻ കൃപ നൽകണമേ എല്ലാം അങ്ങേ മഹത്വത്തിന എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ തീർന്നിടണമേ പ്രിയനെ തിരുനാമമുയർന്നിടട്ടെ എല്ലാം അങ്ങേ മഹത്വത്തിനാ ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ നൽവരവും പ്രകാശിപ്പാൻ ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ ആത്മദായക നിരന്തരമാ എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ ആത്മദായക നിരന്തരമാ എന്നിൽ ആത്മദാനങ്ങൾ പകരണമേ എല്ലാം അങ്ങേ മഹത്വത്തിനാ എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ
തീർന്നിടണമേ. Glory, hallelujah. തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനാൽ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. ഓ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. ഭൂമിൽ ഞങ്ങൾക്കല്ല വാഴവര് അങ്ങേ വാഴ്വിനായി മാത്രം തീരണം. ഓ ഭൂമിൽ ഞങ്ങൾക്കല്ല വാഴവര് അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ. Amen. തിരുനാമമുയർന്നിടട്ടെ. ഓ തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനാൽ സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. എന്നിൽ നീ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നീ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. ഓ എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ Yes, yes. പ്രിയനേ. Amen. Amen. തിരുനാമമുയർന്നിടട്ടെ. തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. അങ്ങേ മഹത്വത്തിനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, അവിടുത്തെ ശക്തി Thank you, Lord. Thank you, Lord. Thank you, Lord. Glory, hallelujah. Hallelujah, hallelujah. Oh, praise God, praise God.
നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. Hallelujah. ഹല്ലേലൂയ. കർത്താവെ, തുടർന്നുള്ള സമയങ്ങൾ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കും. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് ഇടപെടണമേ. ഇവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് അടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വിശേഷ നമ്മുടെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, സഹോദരന്മാർ, സഹോദരിമാർ, എൽഡേഴ്സ്, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. കർത്താവ് നമ്മെ ഇത്രത്തോളം ഈ മരുഭൂമിയിൽ നിലനിർത്തിയ കർത്താവിൻ്റെ കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച, കഴിഞ്ഞ ശനിയാഴ്ച വരെ നമ്മുടെ സഭയുടെ നേതൃത്വത്തിൽ ഉണർവ് യോഗം സംഘടിപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കി. ആമേൻ. ആ മീറ്റിങ്ങിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്നു ആമേൻ, ആ മീറ്റിംഗ് എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയാണ്. ആമേൻ. പ്രത്യേകിച്ച് നമുക്കൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആമേൻ ദൈവികാലോചന ദേവദാസനിലൂടെ ശ്രവിപ്പാനും ആമേൻ ഒന്നും കൂടെ പുനർവിചിന്തനം ചെയ്യുവാനും കഴിഞ്ഞ നാളുകളിൽ കർത്താവിനെ സേവിക്കാനും കർത്താവിനെ സ്നേഹിച്ചിറങ്ങിത്തിരിച്ച നാളുകളിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന അനുഭവങ്ങളെക്കുറിച്ച് ഒന്ന് ഓർക്കുന്നതിനും കർത്താവിനോട് കൂടുതൽ അടുക്കുന്നതിനും ഇടയായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ, നമ്മെ മാനിക്കട്ടെ, നമ്മെ ഓരോരുത്തരെയും വീണ്ടും നമ്മുടെ വിശ്വാസയാത്രയിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഓട്ടമോടുവാൻ ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. നാം വായിച്ച സങ്കീർത്തനം 20-ാം സങ്കീർത്തനമാണ്. ആ 20-ാം സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല സങ്കീർത്തനവും നാം പലപ്പോഴും ഈ സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ പലതും നമ്മുടെ പ്രാർത്ഥനയിലും മറ്റും ഉച്ചരിക്കാറുള്ള, ഉരുവിടാറുള്ള വാക്യങ്ങളുമാണ് ഈ 20-ാം സങ്കീർത്തനത്തിലുള്ളത്. സ്തോത്രം. അമോന്യരും അരാമ്യരും വളരെയേറെ കുതിരകളോടും രഥങ്ങളോടും കൂടെ ദാവീദിനെ ഇല്ലായ്മ ചെയ്യുവാൻ, തകർത്ത് കളയുവാൻ യുദ്ധത്തിന് പുറപ്പെടുന്നൊരു സമയത്ത് യഹോവ മാത്രം ആശ്രയമായിരിക്കുന്ന, യഹോവ മാത്രം തുണയായിരിക്കുന്ന സ്തോത്രം ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് 20-ാം സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം. അതിൻ്റെ ആരംഭവാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്ന, യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം. രണ്ട് കാര്യം അവിടെ പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. ഒന്ന്, കഷ്ടകാലത്ത് ഉത്തരമരുളുന്ന ഒരു കർത്താവ്. രണ്ട്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ ഉയർത്തുന്ന ദൈവം. ഈ രണ്ട് വിഷയങ്ങൾ അതിൽ പ്രധാനമായിട്ടും അതിൻ്റെ ആരംഭവാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ തിരുവചനത്തിൽ ഉടനീളം ഏകദേശം 26 പ്രാവശ്യം കഷ്ടകാലം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. കഷ്ടകാലം. സ്തോത്രം. നമ്മുടെ ഈ ജീവിത കാലയളവിനുള്ളിൽ നമ്മളൊരു 1000 പ്രാവശ്യത്തിൽ കുറയാതെ ഈ പദം എന്ത് ചെയ്തിട്ടുണ്ടാകും, ഉപയോഗിച്ചിട്ടുണ്ടാകും. കഷ്ടകാലം. എന്താ, ഒരു ചെറിയ വിഷയം നേരിട്ടാലും ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ കഷ്ടകാലമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ സങ്കീർത്തനത്തിലും വളരെ വ്യക്തതയോടെ ട്രബിൾ എന്നതിന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ കഷ്ടകാലം എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. ഒരു ശത്രു സൈന്യം ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ നേരെ പാഞ്ഞടുക്കുമ്പോൾ മറ്റാരും ആശ്രയമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
ആമേൻ. സ്തോത്രം. മരണത്തെ മുഖാമുഖം കാണുന്ന സാഹചര്യത്തിൽ സ്തോത്ര വാഗ്ദത്തങ്ങൾ മുന്നിൽ കിടപ്പുണ്ട് എന്ന ബോധ്യമുള്ള സങ്കീർത്തനക്കാരൻ ആമേൻ സ്തോത്രം ദൈവത്തെ മുൻനിർത്തി പറയുക. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകാം, മരണത്തെ മുഖാമുഖം കാണുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം, ശത്രുവായവൻ എന്നെ തകർക്കുമെന്ന ചിന്തയുണ്ടാകാം. എന്നാൽ കഷ്ടകാലത്ത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഉത്തരം അരുളുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളോട് പറയട്ടെ, സ്തോത്ര കഷ്ടകാലം എന്ന പദം നാം ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദൈവത്തോട് നിലവിളിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ഇന്ന് പകലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിന്റെ കാര്യം കുറുകിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യുവാൻ കഴിയട്ടെ. സ്തോത്രം. 2, യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം. ഏകദേശം തിരുവചനത്തിൽ 13 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം. യാക്കോബ് ഒന്നുമില്ലാതിരുന്ന സാഹചര്യത്തിൽ തൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ ദൈവകോപം മാത്രമേ തനിക്ക് വരികയുള്ളൂ എന്ന് ചിന്തിക്കുമ്പോഴും അവൻ ആ ദൈവകോപം അർഹിച്ചിരിക്കുന്ന സാഹചര്യത്തിലോ സ്തോത്രം അവനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവര് സ്തോത്രം ദൈവകോപം നിന്റെ മേൽ വീഴുമെന്നോ സ്തോത്രം നിന്റെ സഹോദരൻ നിന്നെ കൊന്നുകളയുമെന്നും പറഞ്ഞ സാഹചര്യത്തിലും അമ്മേ സ്തോത്രം ഏകനായി അമ്മേ സ്തോത്രം അമ്മാവന്റെ വീട്ടിലേക്ക് ഓടിപ്പോകുന്ന സാഹചര്യത്തിൽ പോലും അവനെ കാണുകയും അറിയുകയും ചെയ്ത ഒരു ദൈവമുണ്ടെന്ന്, യാക്കോബിനെ മാനിക്കുകയും ഉയർത്തുകയും ചെയ്ത ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ ഉറപ്പോടെ സങ്കീർത്തനക്കാരൻ പറയുകയാ. അതേ സ്തോത്രം ഏകനായി ഇരുന്ന സാഹചര്യങ്ങളെ ദർശനത്തിലൂടെ യാക്കോബിനെ വെളിപ്പെട്ട അതേ ദൈവത്തിന്റെ സാന്നിധ്യം അമ്മേ ശത്രുക്കൾ എനിക്കെതിരെ പോരാടുമ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, സ്തോത്രം നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്തുകൊണ്ടാ ദാവീദ് ഇത് പറയുന്നത്? 1, അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുക, യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. ദൈവം സ്തോത്ര ശത്രുക്കളുടെ മധ്യേ നിനക്കൊരു പ്രതിരോധമായിട്ട് നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങൾ നിന്റെ ജയത്തെ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിൻ്റെ അപേക്ഷകളൊക്കെയും സ്തോത്രം. കൊടി ഉയർത്തും എന്ന് പറഞ്ഞാൽ ഒരു വിജയം ദൈവം നമുക്ക് തരുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്തോത്രം വിജയം നൽകുന്ന ഒരു ദൈവം കൂടെയുണ്ട്. 3, അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുന്നത്, ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നത്. സ്തോത്രം. ഈ ദൈവം നമുക്ക് അഭയമാണ്, നമ്മുടെ രക്ഷാമാർഗമാണ്. അങ്ങനെയെങ്കിൽ സ്തോത്രം യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ അവിടുന്ന് നമുക്ക് പ്രതിരോധമായി നമ്മെ സഹായിക്കുവാനുണ്ട്. അവിടുന്ന് നമുക്ക് വിജയം നൽകുന്ന ദൈവമാണ്, അവിടുന്ന് നമ്മുടെ രക്ഷാമാർഗമാണ്. അങ്ങനെയെങ്കിൽ ആ കർത്താവിൽ മാത്രം ആശ്രയിച്ച് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോഴും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുകയും ഇടയാക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പഠിച്ച മനപ്പാഠവാക്യം എഴുന്നേറ്റ് പറയും. ഓൾ ചിൽഡ്രൻ ക്യാൻ സ്റ്റാൻഡ് ടുഗെദർ ആൻഡ് യു ക്യാൻ റിസൈറ്റ് ദി ബൈബിൾ വേർഡ്സ്. ജോവാന സാറ വർഗീസ് വിൽ കം ഫോർവേഡ് ആൻഡ് വിൽ ലീഡ് ദി സെഷൻ. കർത്താവിന് സ്തോത്രം. മൈക്ക്. ആമേൻ. സ്തോത്രം. കർത്താവിന് സ്തോത്രം. Isaiah 54 verses 10. Though the mountains be shaken and the hills be removed, yet my unfailing love for you will not be shaken, nor my covenant of peace be removed, says the Lord, who has compassion on you. Amen. Shout hallelujah 3 times. Hallelujah. Hallelujah. ആമേൻ. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കർത്താവ് ഇത്രത്തോളം അവരെ നടത്തി പരിപാലിച്ചു.
അവരുടെ പഠനത്തിലൊക്കെ ദൈവസാന്നിധ്യം വരുന്നു. കുഞ്ഞുങ്ങളെ വീണ്ടും അവിടുത്തെ സഹായിക്കണമേ. അവിടുത്തെ തിരുകൃപ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണമേ. കർത്താവ് ഒരു വാക്യമൊക്കെ പഠിക്കുവാൻ കർത്താവ് ബലപ്പെടുത്തുന്നല്ലോ. വീണ്ടും അവരെ സഹായിക്കുമാറാണ്. വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അവിടുത്തെ സാന്നിധ്യം ഇരിക്കുകയും ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിതം മുന്നോട്ട് നയിപ്പാൻ അവരെ സഹായിക്കുകയും ചെയ്യണം. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. മുതിർന്ന പ്രിയപ്പെട്ടവർ സാക്ഷ്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയും. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സാക്ഷിയായി ഈ സഭയെ പിന്നെ നിർത്തിയിരിക്കുന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുവദിച്ചാൽ നെക്സ്റ്റ് തേഴ്സ്ഡേ 6-ാം തീയതി രാവിലത്തെ ഫ്ലൈറ്റിന് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. നാട്ടിലായിരിക്കുമ്പോഴും ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നതിന് വേണ്ടി എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. അതിലുപരിയായി എനിക്കൊരു അത്ഭുത സാക്ഷ്യം പറയുവാനുള്ളത്, ദൈവം എത്രത്തോളം നടത്തി. കഴിഞ്ഞ വർഷം ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈ സഭയിൽ പറഞ്ഞു. സിവിയറായിട്ട് എനിക്ക് അംബ്ലിക്കൽ ഹെർണിയ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ദൈവം എത്രത്തോളം സഹായിച്ച് നടത്തുന്ന ആ സാക്ഷ്യമാണ് പറയുവാൻ എനിക്കുള്ളത്. അന്ന് ഭയങ്കരമായ പെയിനും ഭയങ്കരമായ വിഷമത്തിലൂടെയും ഞാൻ കടന്നുപോയി. അന്നൊക്കെ പല ടെസ്റ്റുകളൊക്കെ ചെയ്തു. ഡോക്ടേഴ്സിന് പല ഡൗട്ടുകളും വന്നപ്പോൾ പല ടെസ്റ്റുകളും ചെയ്തു. ദൈവം അതെല്ലാം നോർമലാക്കി തന്നു. അന്ന് സർജറി ചെയ്യണം, അർജൻറ്റായിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. നാട്ടിൽ ചെന്നാണെങ്കിലും ഞാൻ കാണിച്ചപ്പോൾ ലെഫ്റ്റ് സൈഡ് മുഴുവൻ മസിൽസ് വീക്കാണ്. എന്നോടന്ന് അർജൻറ്റായിട്ട് അഡ്മിറ്റായി സർജറി ചെയ്യുവാനാണ് പറഞ്ഞത്. എങ്കിലും ദൈവം എത്രത്തോളം കാത്തു. അപ്പോൾ എനിക്ക് ടൈമില്ല, എനിക്ക് നാട്ടിൽ ഇവിടെയോട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് 3 months ഉള്ളപ്പം സർജറി ചെയ്യുവാനാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഈ അസുഖം തുടങ്ങിയപ്പം തൊട്ട് എനിക്ക് കിട്ടിയ വാദനമാണ് യഹോവയുടെ മുഖത്തേക്ക് വൈദ്യന്മാരിൽ ആശ്രയിക്കാതെ യഹോവയുടെ മുഖത്തേക്ക് നോക്കുവാനുള്ള ഒരു ആലോചനയായിരുന്നു തന്നത്. അത് ഞാൻ അന്ന് ഇവിടെ പറയുകയും ചെയ്തു. ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നെന്ന്. അതേ പ്രകാരം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നു എന്ന് ചോദിച്ചാൽ തന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം അന്ന് മുതൽ ഈ 6 മാസമായി ഞാൻ അബ്ഡോമിനൽ ബൈൻഡർ ഉപയോഗിക്കുന്നില്ല. എനിക്ക് ചെറിയ അസ്വസ്ഥതകൾ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ടെങ്കിലും പക്ഷേ ഇത്രത്തോളം കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു. ആ വലിയ ഹെർണിയയുടേതായ വിഷമങ്ങളൊന്നും എനിക്കില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം എനിക്ക് തന്ന സൗഖ്യം, അതായത് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്ത ഞാനാണെങ്കിലും മെഡിക്കൽ എത്തിക്കലിനും വിരോധമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം എന്തുവെന്ന് ചോദിച്ചാൽ ഒരു ഹെർണിയയൊക്കെ ഇത്രയും വലിയ ഹെർണിയായി ഒരു ലെഫ്റ്റ് സൈഡ് മൊത്തം ഹെർണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും അതിൽ നിന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വിടുതലിനായി സൃഷ്ടിച്ചവനും എന്നെ നിർമ്മിച്ചവനുമായ കർത്താവിൻ്റെ വിടുതലിന് വേണ്ടി ആശ്രയിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വലിയ അസ്വസ്ഥതകളൊന്നുമില്ല. ഇനിയും ഒരു ഓപ്പറേഷനും ഇല്ലാതെ ദൈവത്തിൻ്റെ കരം തന്നെ തൊട്ട് എന്നെ നടത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. നാട്ടിൽ ചെന്ന് ഏതെങ്കിലും ലോക്കൽ സഭയിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ട്. അതിനായും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം പറയുന്ന ഒരിടത്ത് പോയി ആരാധനകളൊക്കെ സംബന്ധിക്കുവന്നതിന് വേണ്ടിയും ദൈവഗീത പ്രകാരം നടക്കുന്നതിന് വേണ്ടിയും ദൈവമക്കളുടെ എല്ലാം പ്രാർത്ഥനയെ ചോദിക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ മുഖം അറിയത്തില്ലേലും എന്നെ അറിയത്തില്ലേലും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. ഗ്രേസ് കുട്ടി സിസ്റ്ററിന് വേണ്ടി, അവരുടെ ഫാമിലിക്ക് വേണ്ടി. എനിക്കറിയാം എല്ലാ ദിവസത്തെയും സിസ്റ്റേഴ്സിൻ്റെ ഫാസ്റ്റിങ്ങിൽ അത് എല്ലാം ഉള്ളതാണ്. എൻ്റെ ഫാമിലിയുടെ സാൽവേഷന് വേണ്ടി ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അവരെ വിളിച്ച് വേർതിരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. ഒരു വാക്യം വായിക്കുന്നു. 106 സങ്കീർത്തനം 8-ാം വാക്യം. എന്നിട്ടും അവൻ തൻ്റെ മഹാശക്തി വെളിപ്പെടേണ്ടതിന് തൻ്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു. അതെ, കർത്താവിൻ്റെ നാമനിമിത്തം, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നിർത്തുന്നതിന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നോളൂ. ആമേൻ. സ്തോത്രം, സ്തോത്രം.
സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് നമുക്കൊരു നിമിഷം പ്രിയ ഗ്രേസിക്കുട്ടി ആൻറ്റിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. കഴിഞ്ഞ നാളുകളിലൊക്കെ കർത്താവ് ആൻറ്റി മരുഭൂമിയിൽ അത്ഭുതകരമായി കുടുംബമായി ക്ഷേമമായി പരിപാലിപ്പാനിടയായി തീർന്നു. വരുന്ന വ്യാഴാഴ്ച നാട്ടിലേക്ക് കടന്നു പോകുന്നല്ലോ. യാത്രയിൽ ദൈവസാന്നിധ്യം ഇരിക്കണം. നാട്ടിൽ ആയിരിക്കുമ്പോഴും തുറന്നുള്ള കാര്യങ്ങളിലും ദൈവിക സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കണം. നാം ഇപ്പോൾ കേട്ടതുപോലെ ശാരീരികമായ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയി സഭ ശ്രദ്ധയോടുകൂടി അമ്മേൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തോളം നിർത്തിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അമ്മയെ ശാരീരികമായ ബലം കർത്താവ് പകരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കും. നാട്ടിൽ ചെന്നിട്ട് അമ്മയെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ അമ്മയെ കർത്താവ് ഇടയാക്കേണ്ടതിന് കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയെ കടന്നു വന്നിരിക്കുന്ന അമ്മയെ നമ്മെ പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് തുറന്നുള്ള ദൈവവചന ശുശ്രൂഷയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. മഹാപരിശുദ്ധനും നീതിമാനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. പ്രതിയാൽ ഞങ്ങളുടെ പ്രിയ സിസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സന്നിധാനത്തിൽ സാക്ഷ്യം പറഞ്ഞ പ്രകാരം ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത എല്ലാ കർത്താവെ അനുഗ്രഹങ്ങൾക്കും അത്ഭുതങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഈ ദേശത്തെ ജോലി ചെയ്യുവാൻ സ്വർഗം സഹായിച്ചു. കർത്താവ് ഇവിടെ ആയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കൃപാനുകൾ ധാരാളമായി പകർന്നു. ഈ സഭയ്ക്ക് ഒരു അനുഗ്രഹമായിരുന്നു. സജീവ അംഗമായി കർത്താവ് ഈ സഭയിൽ കർത്താവെ കടന്നു വരുവാനും അങ്ങ് മഹത്വപ്പെടുത്തുവാനും ഒക്കെ ദൈവം സഹായിച്ചല്ലോ കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, അല്പമില്ലാത്ത ശാരീരിക പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നു. ദൈവം അത്ഭുതകരമായി വിടുവിക്കേണ്ട വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവെ. തന്നിൽ ആശ്രയിക്കുന്നവരെ കൈവിടാത്ത ഒരു നല്ല ദൈവം ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങ് വിടുവിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം, അവിടുന്ന് സൗഖ്യമാക്കുന്ന യഹോവയാകിയാൽ സ്തോത്രം ചെയ്ത് കർത്താവെ. അങ്ങയുടെ അടിപ്പിണരാലുള്ള സൗഖ്യം പ്രാപിച്ച് ഹല്ലേലൂയ വീണ്ടും ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിപ്പാൻ സ്വർഗം സഹായിക്കണമേ. തിരിഹിതമെങ്കിൽ കർത്താവെ, നാട്ടിൽ കടന്നു പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നല്ലോ. തന്റെ യാത്രയിലെല്ലാം അവിടുത്തെ സാന്നിധ്യം കൂടിയിരിക്കേണ്ട വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രതിയാലെ തന്നെ ഹല്ലേലൂയ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവിടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടല്ലോ കർത്താവെ. ഞങ്ങൾ കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടെ സന്നിധാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ കർത്താവ്. തക്ക സമയത്ത് ആ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം. കർത്താവെ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ള ആ കർത്താവെ ഹല്ലേലൂയ വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ വീണ്ടും അലട്ടുവാനിടയാകാതെ ഒരു പൂർണ്ണ സൗഖ്യം അവിടെ നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ തന്നിൽ ആശ്രയിക്കുന്നവരെ ഹല്ലേലൂയ കൈവിടാതെ വിടുവിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നാട്ടിൽ കടന്നു ചെല്ലുമ്പോൾ അങ്ങനെ ഉത്തമ സാക്ഷിയായി ദേശത്ത് നിലകൊള്ളുവാൻ അനേകരോട് കർത്താവെ ഹല്ലേലൂയ അങ്ങനെ മാറ്റമില്ലാത്ത വചനം പറഞ്ഞ് അനേകരെ കർത്താവിലേക്ക് നേടുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിയാൽ കർത്താവെ ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം കടന്നു വന്ന നിന്റെ മക്കളെ എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൃപാനുകൾ ധാരാളമായി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളുമായിട്ട് കർത്താവെ ദൈവത്തിന്റെ പാതവിടെ ആയിരിക്കുമ്പോൾ ദൈവമേ, നീ ഞങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കരുണയാലും ദയാലും ഞങ്ങൾ നിറയ്ക്കുന്നതിനായി സ്തോത്രം. കൃപാനുകൾ ധാരാളമായി പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വചന കർത്താവെ ദേവദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവവചനം ഘോഷിക്കപ്പെടുമ്പോൾ അത് കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. തിരുമേശയം ഞങ്ങളുടെ മുൻപിൽ ഉണ്ടല്ലോ, അതിന് ഭാഗവാക്കാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. ദൈവങ്ങൾ ഞങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും അത് ധാരാളമായി പ്രാപിപ്പാൻ തക്കവണ്ണം വളരെ താഴ്മയോടെ വിനയത്തോടെ ഭയത്തോടെ ഭക്തിയോടെ അങ്ങയുടെ പാതവിടെ താണിരിപ്പാൻ നീ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കുകയും ശക്തിയൊക്കെയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ദൈവങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥകനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവനോട് നിർശ്വേശന്റെ നാമത്തിൽ താഴ്മയാൽ യാചിക്കുന്നു. കൃപയാൽ കേൾക്കുമാറാണ് സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ആമേൻ. ശക്തിയോടെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33-34 വാക്യങ്ങൾ. Gospel of Matthew chapter 6 verses 33 and 34.
സ്തോത്രം. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. നാളേക്കായി വിചാരപ്പെടരുത്. നാളെ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന, കരുതുന്ന ആവശ്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഈ വിചാരപ്പെടൽ. അല്ലെങ്കിൽ ബൈബിളിൽ ഇതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് വറി എന്നുള്ളതാണ്. വറി. മറ്റൊരു വാക്ക് ടെൻഷൻ എന്നുള്ളതാണ്. ഇന്ന് പകൽ ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ടെൻഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ടെൻഷനാണ്. അല്ല, ഈ ടെൻഷൻ പലവിധ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്നുണ്ട്. ഇന്ന് നമ്മൾ പറയും BP ഉണ്ട്, ഷുഗറുണ്ട്, ഇങ്ങനെ ഈ പല അസുഖങ്ങൾ ശരീരത്തിൽ വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ടെൻഷനാണെന്ന് നമുക്കെല്ലാം അറിയാം. എന്നിട്ടും വെറുതെ എന്തു ചെയ്യും? ടെൻഷൻ അടിക്കും. ടെൻഷനുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യ കാര്യമാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞങ്ങ് തുടങ്ങാം. ഈ പ്രസംഗിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, നമ്മുടെ ഈ ആത്മീയ കാര്യത്തെക്കുറിച്ച് തന്നെ പ്രസംഗിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യക്തി ഒരു ചെറിയൊരു സന്ദേശം, ഷോർട്ട് സന്ദേശം കേട്ടു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ പ്രസംഗിക്കുന്നതിൽ മുമ്പ് ആളുകൾ ടെൻഷൻ അടിക്കും, പ്രസംഗിച്ചതിന് ശേഷവും ചിലർ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും, പ്രാർത്ഥിക്കുന്നതിന് മുൻപേ ടെൻഷൻ അടിക്കും, പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടും ടെൻഷൻ അടിക്കും. എന്താ കാരണമെന്നറിയാമോ? സ്തോത്രം. ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർ എങ്ങനെയായിരിക്കും ഇത് കൈക്കൊള്ളുന്നത് എന്നുള്ളൊരു ചിന്തയിൽ ടെൻഷൻ അടിക്കും. ഈ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, അല്ലെ പ്രസംഗിച്ച് കഴിയുമ്പോൾ പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് മുഴുവൻ ചിന്തയും ഈ പ്രസംഗത്തെക്കുറിച്ചായിരിക്കും. പുറത്തിറങ്ങി ഒരു 10 പേർ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഒരു പകുതി സമാധാനം ഉണ്ടാകുന്നത്. ഇതിനകത്ത് ആരെങ്കിലും ഒരു നെഗറ്റീവ് വാക്ക് പറഞ്ഞു പോയെങ്കിൽ പിന്നെ തീർന്നു. പിന്നെ ഒരു 3-4 ദിവസത്തേക്ക് പിന്നെ ഉറക്കമില്ല. ഉറക്കം മുഴുവൻ അങ്ങ് പോയി. ശരിയല്ലേ? സ്തോത്രം. നിസ്സാര കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ കാണുന്നു എന്ന് ഞാൻ കാണുന്നതാണ് എൻ്റെ പ്രശ്നം. നമ്മൾ ഈ ബാത്റൂം സിംഗേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലേ? പണ്ടൊക്കെ പറയായിരുന്നു. ബാത്റൂമിൽ കയറി കഴിയുമ്പോൾ മാത്രം പാട്ട് പാടുന്ന ചിലരുണ്ട്, പിന്നെ ഇറങ്ങത്തില്ല അതിനകത്തുനിന്ന്. ഞങ്ങൾ ഈ സെമിനാരിലൊക്കെ പഠിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈ ബാത്റൂംസ് ഇഷ്ടം പോലെ കാണും. പക്ഷേ അതിനേക്കാളും കൂടുതൽ സ്റ്റുഡൻസ് കാണും. അപ്പോൾ എല്ലാവരും ക്യൂ നിൽക്കും. പ്രത്യേക ടൈം അനുവദിച്ച് തന്നിട്ടുണ്ടല്ലോ, ടൈം ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ബാക്കിയുള്ളവർ ക്യൂ നിൽക്കുമ്പോൾ ചിലരകത്തുനിന്ന് ഭയങ്കര പാട്ട് കാണും. പുറത്തിറങ്ങി വന്നാൽ വാ അനക്കാത്തവർ പോലും, വാ തുറക്കാത്തവരും അകത്ത് നിന്ന് ഭയങ്കര പാട്ടായിരിക്കും. ഇറങ്ങി വരത്തില്ല പുറത്തേക്ക്. സ്തോത്രം. അവിടെ നിന്ന് പാട്ട് പാടുമ്പോൾ ഇവരുടെ ചിന്ത വേറെ ആരും കാണുന്നില്ല, അവർ മാത്രമേ കേൾക്കുന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ സ്റ്റേജിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. മറ്റുള്ളവരെ കാണുന്നു എന്ന് ചിന്ത അവരെ ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ടെൻഷൻ വർദ്ധിക്കുവാനായിട്ടിടയായിത്തീരും. ഇന്ന് പകൽ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, സ്തോത്രം, ഞാനൊരു ചെറിയ സംഭവം നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തന്നതാ. സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന കാര്യം അനേകര് കാണുന്നു എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ടെൻഷൻ വർദ്ധിക്കുവാനിടയായി തീരും. ഇന്ന് പകൽ ചോദിക്കട്ടെ, സ്തോത്രം, ഈ ടെൻഷനെ, ഈ വിചാരപ്പെടലിനെ നമുക്ക് ഒന്ന് മാറ്റി വെക്കാനായിട്ട് സാധിക്കുമോ? വചനം പറയുക, നാളത്തെക്കുറിച്ച് എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. നാളത്തെക്കുറിച്ച് വിചാരപ്പെടുന്നത് കൊണ്ട് അതിനകത്ത് 27-ാമത്തെ വാക്യം പറയുക, വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? അതിൻ്റെ ഇംഗ്ലീഷിൽ, ആൻഡ് ഹൂ ഓഫ് യു ബൈ ബീങ് വറീഡ് ക്യാൻ ആഡ് എ സിംഗിൾ അവർ ടു ഹിസ് ലൈഫ്. നിന്റെ ജീവിതത്തോട് ഒരു മുഴം കൂട്ടുവാൻ ഈ വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ, സ്തോത്രം, ഈ കഴിഞ്ഞ ആഴ്ച കർത്താവിൻ്റെ ദാസൻ ദൈവവചനം ശുശ്രൂഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. നാം എടുക്കുന്ന ശ്വാസം അത് തിരിച്ചു പോയില്ലെങ്കിൽ നമ്മുടെ കാര്യം അതോടുകൂടി എന്ത് ചെയ്തു? തീർന്നു. ഇനി പറയാം, സ്തോത്രം, എത്ര മെഡിക്കൽ ഡെവലപ്മെൻറ്റ് സംഭവിച്ചാലും ദൈവം നിശ്ചയിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല.
അതിനൊരു വ്യക്തമായ ഉദാഹരണത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ വരച്ച് കാണിക്കാം. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. സ്തോത്രം. അതിനകത്ത് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി അറിയാത്തവരാരും ഇവിടെ കാണത്തില്ല. അദ്ദേഹം മരണത്തെ വെല്ലുവിളിച്ച മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ 150 വർഷം ജീവിച്ചിരിക്കും, 150 years. എല്ലാം മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഞാൻ 150 വർഷം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. പക്ഷെ നമുക്കറിയാം, മരണം അദ്ദേഹത്തെ തോൽപ്പിച്ചു. 50-ാമത്തെ വയസ്സിൽ അദ്ദേഹം ചിന്തിച്ച സ്തോത്രം 150 എന്നുള്ളതിൻ്റെ 1/3 അദ്ദേഹത്തിൻ്റെ ജീവിതം സ്തോത്രം തീരുവാൻ 50-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. ഇനി കേൾക്കണോ, ഈ 150 വർഷം ജീവിച്ചിരിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തത് നിങ്ങൾ സെർച്ച് ചെയ്തു നോക്കിയാൽ മനസ്സിലാകും. 12 ഡോക്ടേഴ്സ് നിരന്തരം രാവിലെ മുതൽ സ്തോത്രം അദ്ദേഹത്തോട് കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ അതിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത്, സ്തോത്രം, അദ്ദേഹത്തിൻ്റെ തല മുതൽ കാലുവരെ ദിവസവും പരിശോധനയ്ക്ക് വിധേയമാക്കും. നമ്മൾ വർഷത്തിലൊരിക്കലാണ് അല്ലേ, ചിലരെങ്കിലും, ചിലരതുപോലും ചെയ്യാറ്, ചിലർ വർഷത്തിലൊരിക്കൽ പോയി ഉള്ള ടെസ്റ്റുകൾ മുഴുവൻ നോക്കും എന്തെങ്കിലും ഉണ്ടോ എന്ന്. സ്തോത്രം. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, നമ്മൾ പുറത്തുള്ളതേ കാണുന്നുള്ളൂ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തിയും നമുക്കാർക്കുമില്ല. നമ്മൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. എന്താ പറയാ, ഞാൻ ഇത് വായിച്ചു നോക്കിയ 12 മെഡിക്കൽ ഡോക്ടേഴ്സിന് 24 മണിക്കൂറും കൂടെ നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിക്ക് 50 സംവത്സരം മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞുള്ളൂ. ആമേൻ. രാത്രി ഇന്ന് പകൽക്കാലം വളരെ വ്യക്തതയോടെ പറയട്ടെ, സ്തോത്രം, വിചാരപ്പെടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ആയുസ്സിന് ദീർഘിപ്പിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് നാം എന്തെല്ലാം കണക്ക് കൂട്ടി ചെയ്തെടുത്താലും ഒരു മുഴമോ ഒരൽപ്പമോ കൂട്ടുവാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് ഇന്ന് പകലും ദൈവവചനം വ്യക്തമായിട്ട് വിളിച്ചു പറയുക, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേ, അതോട് കൂടി നമുക്ക് വേണ്ടതൊക്കെ നൽകി തരാമെന്ന് അരുളി ചെയ്ത കർത്താവ് നമുക്ക് വേണ്ടി നൽകുവാൻ മതിയായവനോ. നമ്മുടെ ടെൻഷൻസ് നമുക്ക് മാറ്റിവെക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് വിചാരപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഒരു കാലത്ത് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ അത് കുറവായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സ്തോത്രം, അവരറിഞ്ഞ ആമേൻ സ്തോത്രം സത്യത്തിൽ അവർ ഉറച്ചു നിൽക്കുമായിരുന്നു, അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കുമായിരുന്നു. ഒന്നും കൂടെ വ്യക്തമാക്കിയാൽ, സ്തോത്രം, അവർ അതിയായ പ്രാധാന്യം നൽകിയിരുന്നത് ദൈവത്തിനാണ്, അവൻ ദൈവവചനത്തിന്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ എന്നുള്ള വചനത്തിന് അതിയായ പ്രാധാന്യം കൊടുത്തിരുന്ന പിതാക്കന്മാരുടെ തലമുറകളാണ് നാം ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് പകൽക്കാലവും ഒരിക്കൽ കൂടെ ഓർപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. സ്തോത്രം. പ്രിയരെ, ഒരു പ്രശ്നം വന്നാൽ, ഒരു വിഷയം വന്നാൽ, ആമേൻ, നാം ആദ്യം ചെയ്യുന്നത് എന്തായിരുന്നു? ദൈവത്തിൽ ആശ്രയിക്കുക. ഉപവാസത്താലും പ്രാർത്ഥനയാലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കും, ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് കരയുക. ഇന്ന് പകൽ ചോദിക്കട്ടെ, സ്തോത്രം, ഒരു പ്രയാസം നേരിടുമ്പോൾ, ഒരു പ്രശ്നം നേരിടുമ്പോൾ ദൈവസന്നിധിയിലിരുന്ന് കരയുന്ന എത്ര പേരുണ്ട്? ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഉപവാസത്തോട് പ്രാർത്ഥനയോട് സമയം ചെലവഴിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം പറയട്ടെ, നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കാത്ത ഒരു മറുപടിയും ഇന്നും ഇല്ല. നമുക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുവാൻ മതിയായ കർത്താവ്, സ്തോത്രം, സകലത്തിൻ്റെയും അവൻ പരിഹാരകൻ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവ് മാത്രമോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം, സ്തോത്രം, നിങ്ങൾ ചിലപ്പോൾ വായിച്ചു കാണും, എന്നെ ചിന്തിപ്പിച്ചു. നമ്മുടെ ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ വന്നു ഒരു 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 ചെറിയൊരു റിപ്പോർട്ട് വന്നു. അത് എനിക്കും ലഭിക്കാനായിട്ടിടയായി. ഞാനതിങ്ങനെ അന്നേരത്തേക്ക് ഞാൻ വളരെയധികം ചിന്തിച്ചത് എത്രമാത്രം സത്യമാണ്. ഇന്നത്തെ കാലത്തെ, സ്തോത്രം, ദൈവമക്കളുടെ അവസ്ഥയെക്കുറിച്ച് പൊതുവായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ആമേൻ, നമ്മളൊരു പ്രസംഗം നടക്കുകയാണ്. പ്രസംഗം നടത്തുമ്പോൾ ഈ ഭൂമിയിൽ നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവിയുണ്ട് എന്ന് പ്രസംഗിച്ചാൽ, സ്തോത്രം, അതിന് ലഭിക്കുന്ന വ്യൂവേഴ്സിൻ്റെ എണ്ണം ഏകദേശം 35,000 പേരാ, 35,000. നിന്ദിക്കപ്പെട്ടെടുത്ത് ദൈവം നിന്നെ മാനിക്കും എന്നൊരു തലക്കെട്ടോടു കൂടിയാണ് ഒരു പ്രസംഗം ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്നത് 75,000 വ്യൂവേഴ്സാണ്.
ശത്രുക്കളുടെ മുൻപിൽ നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് പ്രസംഗിച്ചാൽ ആ പ്രസംഗത്തിന് 86,000. നിങ്ങൾ ചിലരെങ്കിലും അത് കണ്ടു കാണുമായിരിക്കും. ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ നീ മാനിക്കപ്പെടും എന്നെഴുതിയാൽ 70,000 വ്യൂവേഴ്സിനെ കിട്ടും. ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടും, ദേശത്ത് നീ മാനിക്കപ്പെടും എന്ന് പ്രസംഗിച്ചാൽ ആ പ്രസംഗത്തിന് 44,000 വ്യൂവേഴ്സിനെ കിട്ടും. നിനക്ക് മുൻപാകെ അടഞ്ഞിരിക്കുന്ന വഴികൾ തുറക്കപ്പെടും എന്ന് പ്രസംഗിച്ചാൽ 65,000 വ്യൂവേഴ്സിനെ കിട്ടും. നിനക്കെതിരെയുള്ള ശത്രുവിൻ്റെ പദ്ധതി പൊളിയുമെന്നോ ആ ശത്രുവിനെ കർത്താവ് നിലംപരിചാക്കുമെന്നോ പ്രസംഗിച്ചാൽ 77,000 വ്യൂവേഴ്സിനെ കിട്ടും. ബന്ധുക്കളുടെ മുൻപിൽ, നിന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ നിന്റെ അവസ്ഥയെ മാറ്റി എഴുതുന്ന ഒരു കർത്താവുണ്ടെന്ന് പ്രസംഗിച്ചാൽ 90,000 വ്യൂവേഴ്സിനെ നിനക്ക് കിട്ടും. എന്നാൽ സ്തോത്രം, മറ്റു ചില പ്രസംഗങ്ങളൂടെ ഞാൻ പറയാം. നിനക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ അതെത്ര മഹത്തരം എന്ന പ്രസംഗം തലക്കെട്ടോടുകൂടിയ ഒരു പ്രസംഗം നടത്തുന്നതെങ്കിൽ ആ പ്രസംഗത്തിന് ലഭിക്കുന്ന വ്യൂവേഴ്സിൻ്റെ എണ്ണം വെറും 500 ആയിരിക്കും. സ്തോത്രം, ദൈവത്തിൻ്റെ പദ്ധതികളെയും സവിശേഷതയും കുറിച്ചുള്ള പ്രസംഗമാണെങ്കിൽ അതിൻ്റെ വ്യൂവേഴ്സിൻ്റെ എണ്ണം വെറും 700 ആയിരിക്കും. വിശുദ്ധ ജീവിതം നയിക്കണമെന്നൊരു പ്രസംഗമാണെങ്കിൽ ആ പ്രസംഗത്തിൻ്റെ വ്യൂവേഴ്സിൻ്റെ എണ്ണം വെറും 200 ആയിരിക്കും. ജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന പ്രസംഗത്തിൻ്റെ സ്തോത്രം വ്യൂവേഴ്സിൻ്റെ എണ്ണം വെറും 700 ആയിരിക്കും. 1 പത്രോസിൻ്റെ ലേഖനമാണെങ്കിൽ കുറയും 199. അത് റോമാലേഖനമാണെങ്കിൽ പിന്നെയും കുറയും 150 മാറും. നീതീകരണവും വിശുദ്ധീകരണവും ഒക്കെ ആണെങ്കിൽ 300 താഴും. സ്തോത്ര, ശത്രുക്കളെ സ്നേഹിക്കണമെന്നാണെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴേക്ക് പോകും, അത് 100 കുറയും. സ്തോത്ര, കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ ജീവിതത്തിൻ്റെ തലത്തോടെടുക്കുമ്പോൾ സ്തോത്ര എങ്ങനെ ഒരുവരായിട്ട് പാര വെക്കാമെന്ന് നോക്കിയിരിക്കുമ്പോഴാണ് സ്തോത്ര ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പ്രസംഗിക്കുന്നത്. കേട്ടിരിക്കാൻ മനസ്സില്ല, 100 താഴും. സ്തോത്ര, ക്രിസ്തുവിൽ വളരണമെന്നുള്ളതാണ് 400 സ്തോത്ര വ്യൂവേഴ്സിനെ താഴും. സ്തോത്ര, സഹോദരന്മാരെ, നമ്മൾ ഒരുമിച്ച് ജീവിക്കണം, ഒരപ്പത്തിന്റെ അംശങ്ങളാണെന്നാണ് തലക്കെട്ടോടുകൂടി പ്രസംഗം നടത്തുന്നതെങ്കിൽ അത് 100 താഴും. ഈ കണക്കിനാണ് നമ്മുടെ സഭയുടെയൊക്കെ പോക്കെങ്കിൽ വളരെ വ്യക്തതയോടെ വിളിച്ചു പറയട്ടെ, അടിസ്ഥാനം ശത്രു ഇളക്കിക്കൊണ്ടിരിക്കുകയാ. സ്തോത്രം, നമ്മുടെ ദൈവം നമ്മെ വിടുവിക്കുവാൻ ഇന്നും ശക്തനാ. നമ്മുടെ ദൈവം നമ്മെ മാനിക്കുവാൻ ഇന്നും ശക്തനാ. ശത്രുക്കളുടെ മുൻപാകെ നമ്മെ തല ഉയർത്തുന്ന ദൈവമാ നമ്മുടെ ദൈവം. എന്നാൽ ദൈവത്തിന്റെ പൈതലെ നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് കർത്താവിന്റെ സന്നദ്ധയിൽ, വിശുദ്ധിയിലും വേർപാടിലും നിത്യതയെ കാക്ഷിച്ചുകൊണ്ട് പ്രത്യാശയോടെ നിൽക്കുവാനാണെന്ന് ആമേൻ ഒരു ദൈവം സന്ദേശം നമ്മളിൽ എത്തിച്ചേരുന്നുവെങ്കിൽ ആമേൻ ഒരു പുനർചിന്തനത്തിനുള്ള, ഒരു മാനസാന്തരത്തിനുള്ള സന്ദേശം നമ്മളിലേക്ക് എത്തിച്ചേരുന്നുവെങ്കിൽ അത് ഹൃദയത്തിൽ കൈക്കൊള്ളാതെ ഇരുന്നാൽ നമ്മുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രയോജനമുണ്ടാകില്ല. സ്തോത്രം. ഇന്ന് ഏറ്റവും കൂടുതൽ വളരെ വേദനയോടെ ഇവിടെ നിന്നോട്ട് പറയാം, പ്രിയപ്പെട്ടവരെ, നാം ഏറ്റവും കൂടുതൽ കണ്ണുനീരൊഴുക്കുന്നത് തലമുറകൾക്ക് വേണ്ടിയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ, ഞാൻ ഉൾപ്പെടെ സ്തോത്രം, തലമുറകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കണ്ണുനീരൊഴുക്കുന്നത്. ഈ ലോകത്തിൻ്റെ ദുഷ്ടത കണ്ടിട്ട്, ലോകത്തിൻ്റെ മോഹങ്ങളിൽ തലമുറകൾ വീഴരുത് എന്ന ആഗ്രഹം നമുക്കുണ്ട്. എന്നാൽ സ്തോത്രം, വളരെ ആത്മാർത്ഥതയോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഒരു ദൈവദാസൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊന്ന് ദൈവമക്കളോട് ചോദിച്ചു കൊള്ളട്ടെ, സ്തോത്രം, ഹൗ ഈസ് അവർ ക്രിസ്ത്യൻ ലൈഫ്? നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെയാ? നമ്മുടെ തലമുറകളുടെ മുൻപാകെ മാതൃകയോടെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ തലമുറകളുടെ മുമ്പാകെ സ്തോത്രം ദൈവസന്നിധിയിൽ നേരോടെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട കാലഘട്ടം കടന്നുപോയി. അമ്മ കേവലം ഈ ഭൂമിയിലെ നന്മകളെ കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി മാത്രം നിക്ഷേപം സ്വരൂപിച്ചു കൊണ്ടിരിക്കാതെ ഇന്ന് പകലാത്മാർത്ഥമായി പറയട്ടെ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ കഴിയുന്നുവെങ്കിൽ വളരെ വ്യക്തതയോടെ പറയാം, വരുന്ന കാലഘട്ടത്തിലും നമ്മുടെ തലമുറകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പിതാക്കന്മാര് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിലകൊണ്ടു. സ്തോത്രം. ഞാൻ ചിലപ്പോഴൊക്കെ പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, വല്ലപ്പോഴുമൊക്കെ നമ്മുടെ മരണത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. ചിന്തിക്കുന്നത് നല്ല പേടിയാണ് കൂടുതൽ പേർക്കും. ബാക്കി എല്ലാ കാര്യവും ചിന്തിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഈ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഭയങ്കര പേടിയാണ്. ഞാൻ ചിന്തിക്കും, എനിക്കങ്ങനെ ആ കാര്യത്തിലൊന്നും ഭയം വലുതായിട്ടൊന്നുമില്ല. ഞാൻ ചിന്തിക്കുന്ന കൂട്ടത്തിൽ ഒരു 6 കോണുള്ള പെട്ടിക്കകത്ത്
എന്നെ പിടിച്ച് കിടത്തുക. സ്തോത്രം. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഈ 2 കാലം നിൽക്കുമ്പോഴേ ഉള്ളൂ എല്ലാവർക്കും നമ്മളെ ആവശ്യം. ആമേൻ. സ്തോത്രം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും ഈ കാലൊന്ന് ഇടറിയാൽ അതോടുകൂടി തീർന്നു. നമ്മുടെ ജോലിയും തീർന്നു, ഉദ്യോഗവും തീർന്നു, പ്രസംഗവും തീർന്നു, എല്ലാം തീർന്നു. ആർക്കും നമ്മളെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ സ്തോത്രം ദൈവത്തിൻ്റെ കൃപയാൽ ഒരു പുസ്തകം എഴുതിയത് ചില പ്രിയപ്പെട്ടവരെങ്കിലും വായിച്ചു കാണുമല്ലോ. ആമേൻ. അതിനകത്തൊരു വ്യക്തമായ കാര്യം ഞാൻ പഠിച്ചത് ഞാൻ എഴുതിയിട്ടുണ്ട്. പറയാം, ഒരു വ്യക്തിക്ക് ഒരു രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ സ്തോത്രം അറിഞ്ഞോ അറിയാതെയോ നമ്മളെ ബന്ധുക്കളും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ ഭവനത്തിലുള്ളവർ പോലും നമ്മളെ മാറ്റി നിർത്തും. ഒരു റൂമിലേക്ക് നമ്മെ കയറ്റി അടച്ചിട്ട് സ്തോത്രം ഇന്നലെ വരെ പുറത്ത് വന്ന് സ്തോത്രം ലിവിങ് റൂമിൽ നമ്മൾ ഒരുമിച്ച് സംസാരിച്ചു എങ്കിൽ സ്തോത്രം പറയട്ടെ, നമ്മളൊരു റൂമിനകത്തേക്ക് ഒതുക്കിയിട്ട് ബാക്കിയുള്ളവരെല്ലാം പുറത്തിറങ്ങി സംസാരിക്കും. നാം ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായെന്ന് വരാം. ആമേൻ. ഇനി പറയാം, സ്തോത്രം ഈ 6 കോണുള്ള പെട്ടിക്കകത്തേക്ക് കിടത്തി കഴിയുമ്പോൾ സ്തോത്രം നാട്ടുകാരും വീട്ടുകാരും ചാർച്ചക്കാരും ബന്ധുക്കളും അവരെല്ലാം ഓടിക്കൂടി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അവരാ തീരുമാനിക്കുന്നത്. ഈ ഭൂമിയിൽ നേടിയതൊന്നും കൊണ്ടുപോകുവാൻ അവരാരും നമ്മെ അനുവദിക്കത്തില്ല. സ്തോത്രം. നാം എന്തെല്ലാം നേടിയെടുത്തോ അതൊന്നും നാം കൊണ്ടുപോകുകയില്ല. പകരം നമുക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്നതൊന്നേ ഉള്ളൂ, നമ്മുടെ ആത്മാവിന്റെ രക്ഷയാ. സ്തോത്രം. അങ്ങനെ പകൽക്കാലം ധൈര്യത്തോടെ പറയുവാനായിട്ട് കഴിയട്ടെ പ്രിയപ്പെട്ടവരെ. സ്തോത്രം. എനിക്ക് നേടുവാൻ കഴിഞ്ഞത് എൻ്റെ ആത്മാവിന്റെ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാ. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ആമേൻ, നമ്മൾ മീറ്റിങ്ങുകൾ, ഉപവാസ പ്രാർത്ഥനകൾ, നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ ക്രമീകരിക്കും. എത്ര പേർ ആത്മാർത്ഥമായി നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ സംബന്ധിക്കും? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ ഈ മരുഭൂമിയിൽ വന്നിരിക്കുന്നത് അവൻ ഉപജീവന മാർഗത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടിയാ. ആ ദിവസങ്ങളിൽ ജോലിയുള്ളവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെത്ര പേര് സ്തോത്രം നമ്മുടെ മീറ്റിങ്ങുകളിൽ കൃത്യമായി സംബന്ധിക്കുന്നവരുണ്ട്? ഒന്ന് ചിന്തിച്ചാൽ മതി. അവൻ മടി പിടിച്ച് വീട്ടിലിരിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം പറയട്ടെ, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ സ്തോത്രം നമുക്ക് വേണ്ടി തുറക്കപ്പെടേണ്ട വഴികൾ നാം അറിയാതെ തന്നെ നമുക്ക് വേണ്ടി തുറന്നു തരുന്ന ഒരു ദൈവമുണ്ടെന്ന് സ്തോത്രം ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ നാം വിചാരപ്പെടുന്നതിനപ്പുറമായി സ്തോത്രം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കുന്ന ദൈവമക്കള് ഒരല്പസമയം സ്തോത്രം ചെയ്താട്ടെ. എനിക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ദൈവസന്നിധിയെ മുട്ടുമടക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ അടിച്ച് കർത്താവിനൊന്ന് മഹത്വം കരേറ്റി. ദിഗൽ കനാരക ജഗൽ കൗഡബ രഗലഗടക ശംബബാരക ഹല്ലേലൂയ ദിഖരബ ശബബാരക. ആമേൻ. 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. 25-ാമത്തെ വാക്യം. സ്തോത്രം. ഇവിടെ പറയും എന്ത് തിന്നും എന്ത് കുടിക്കും. ഞാൻ അതിൻ്റെ ഒരു ഗ്രീക്ക് വാർഡ് വിചാരപ്പെടുന്നതിനെ കുറിച്ചുള്ള അതിൻ്റെ ഗ്രീക്ക് വേർഡ് ഒന്ന് അന്വേഷിച്ചു. അതിനകത്ത് എഴുതിയിരിക്കുന്ന മെരിപ്നാവോ എന്നൊരു വാക്കാണ്. അതിൻ്റെ മലയാളത്തിലേക്ക് നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പോൾ അതിൻ്റെ അർത്ഥം കരുതലെന്നാണ്. ആമേൻ. അവിടെ വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. ദൈവമുള്ളത് കൊണ്ട് സ്തോത്രം നിങ്ങൾ ആവശ്യമില്ലാതെ അനാവശ്യമായ വിചാരം, വറി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇതല്ലേ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. ദൈവത്തോട് അറിയിക്കുമ്പോൾ ആ ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ വാഴുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ഇന്ന് പൽക്കാലം പറയട്ടെ പ്രിയപ്പെട്ടവർ, ഒരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്ത് ദൈവാത്മാവിൻ്റെ നിയോഗമുള്ളത് കൊണ്ട് പറയാം. സ്തോത്രം. ശത്രുവിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതിയാ ആമേൻ നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ കൊണ്ടിടുക എന്നുള്ളത്. ആമേൻ. സ്തോത്രം. നമ്മളിൽ വറി കൊണ്ടിടുക എന്നുള്ളത് ശത്രുവിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ്.
നമ്മൾ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങേണ്ടടുത്ത് നമ്മുടെ ഉറക്കം കെടുത്തുക എന്നുള്ളത് ശത്രുവിൻ്റെ ഒരു പദ്ധതിയാ. അങ്ങനെയെങ്കിൽ സ്തോത്രം, അതാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി കരുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും. സ്തോത്രം. ഈ 1 കൊരിന്ത്യർ ലേഖനം ഒന്ന് എടുക്കാമോ? അതിൻ്റെ 7-ാം അധ്യായം 32-34 വാക്യങ്ങൾ. എന്തുകൊണ്ടാണ് ഈ വിചാരപ്പെടുന്നത് എന്ന് അവിടെ അപ്പോസ്തലനായ പൗലോസ് ചില വാക്യങ്ങൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് എടുത്ത് വായിക്കാമോ? 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 32-34. ശ്രദ്ധിച്ചേ, നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണമെന്ന് ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ അടുത്ത വാക്യം ചിന്തിക്കുന്നു. വിവാഹം ചെയ്തവൻ സ്തോത്രം. ഈ വിവാഹം കഴിച്ചവരെ കുറിച്ച് വിവാഹം കഴിക്കാത്തവരെ കുറിച്ചുള്ള ഒരു താരതമ്യ പഠനമാണ് നടത്തുന്നത്. ഞാൻ ഇതിൻ്റെ ആത്മീക വെളിച്ചത്തിലേക്കൊന്ന് കൊണ്ടുവരാം. ഇവിടെ പറയുക, വിവാഹം കഴിച്ചവരെങ്ങനെ ചെയ്യണം, ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ലോകത്തിലൂടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഓടിച്ചാടി നടക്കുകയാണ്. സ്തോത്രം. എങ്ങനെ ഭാര്യയെ പ്രസാദിപ്പിക്കാം? 2, ഭാര്യ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാം? ഇത് സത്യമാട്ടോ. ഞാൻ ഈ കൗൺസിലിംഗ് മേഖലയിൽ കുറേ നാൾ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. എനിക്ക് നല്ലതുപോലെ അറിയാം എങ്ങനെ പ്രസാദിപ്പിച്ച്. കാരണം ഇന്ന് വലിയ പാടാണ്, പഴയ കാലം പോലെയല്ല. സ്തോത്രം. ഏത് സമയത്താണ് രണ്ടും കൂടെ തട്ടി ഒരുമി? പണ്ടൊക്കെ നമ്മൾ പറയും സ്തോത്രം, ഒരു പരസ്യം കണ്ടിട്ടുള്ളതുപോലെ ചട്ടിയും കലവുമായാൽ തട്ടിയും മുട്ടിയെന്നും ഒക്കെ ഇരിക്കും എന്ന് പറയും. ഇപ്പൊ തട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്തോത്ര, ഭാര്യ എങ്ങനെ ഭർത്താവിനെ പ്രസാദിപ്പിക്കാമെന്നും ഭർത്താവ് എങ്ങനെ ഭാര്യയെ പ്രസാദിപ്പിക്കാമെന്നും ഒക്കെ ചിന്തിച്ച് വളരെ പ്രയാസത്തോടെ കഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് സ്തോത്രം തെറ്റൊന്നുമല്ല, യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ് വിളിച്ചു പറയുന്നത്. എന്നാൽ ഇവിടെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഓരോ ദൈവ പൈതലോ സ്തോത്രം മണവാളനാകുന്ന ക്രിസ്തുവിന് വേണ്ടി സ്തോത്രം മണവാട്ടിയായിരിക്കുന്ന വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ അവർ ചിന്തിക്കുന്നത് ഈ ഭൂമിയിൽ എങ്ങനെ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാമെന്നുള്ളതല്ല, ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്നുള്ളത്. ആ മണവാളന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളാണെങ്കിൽ അവരുടെ ഏക ചിന്ത, പ്രത്യാശ എന്ന് പറയുന്നത് ഏത് സമയത്ത് എൻ്റെ മണവാളൻ വരും, ആ മണവാളന് വേണ്ടി കാത്തിരിക്കാമെന്നുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് പറയട്ടെ, ഈ ലോകത്തിലേക്കുള്ള സ്തോത്രം താല്പര്യങ്ങൾ കുറച്ചിട്ട് സ്തോത്രം സ്വർഗത്തെ കുറിച്ച് ചിന്തിച്ച, മണവാളന്റെ വരവിനെ കുറിച്ച് ചിന്തിച്ച, മണവാളന് വേണ്ടി നിലകൊള്ളുവാൻ ഇന്ന് പകലും സഭയെ പ്രബോധിപ്പിക്കുകയാണ്. സ്തോത്രം. സ്തോത്രം ഒരു കാര്യം കൂടെ ഒന്ന് ഞാൻ സൂചിപ്പിച്ചോട്ടെ. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവര് സ്തോത്രം, എത്ര പേര് ഇന്ന കുടുംബത്തിൽ ജനിക്കണമെന്നോ ചിന്തിച്ചിട്ടുണ്ട്? നമ്മളാരും ചിന്തിച്ചതുപോലെ അല്ലല്ലോ ഈ കുടുംബങ്ങളിൽ നാം ജനിച്ചത്. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ദേവദാസം പറഞ്ഞപ്പോൾ ഞാൻ അതിന് ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ സ്തോത്രം ഒരു കൂട്ടു സഹോദരന്മാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ആമേൻ. സ്തോത്രം. ഞാനും ഈ ട്രെയിനിലും മറ്റു യാത്ര ചെയ്തപ്പോൾ ബോംബെ, ഡൽഹിയിലൊക്കെ സ്തോത്രം തെരുവിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെയൊക്കെ കണ്ടിട്ടുണ്ട്. എന്തിനേറെ നമ്മുടെ കേരളത്തിൽ സ്തോത്രം എറണാകുളവും തിരുവല്ലയിലും ഒക്കെ ചെന്നാൽ രാത്രിയിൽ ഈ റോഡ് സൈഡിൽ കിടക്കുന്ന താമസിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഞാനിവിടെ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവർ വളരെ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, ഇന്ന കുടുംബത്തിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഭാഗത്ത് ജനിക്കണമെന്ന് നിശ്ചയിച്ചവരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ആരുമില്ല. സ്തോത്രം. നമ്മളിവിടെ വരാൻ കാരണമായത്, കുടുംബത്തിൽ ജനിക്കാൻ കാരണമായത് സ്തോത്രം ഇന്ന് പകലും ഇവിടെ മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് സ്തോത്രം ദൈവസന്നിധിയിൽ കടന്നു വരാൻ കാരണമായി തീർന്നതല്ല, ദൈവം നമ്മെക്കുറിച്ച് മുന്നമേ പദ്ധതിയിട്ടതായിരുന്നുവെന്നോ സ്തോത്രം അവിടെ കിടക്കുന്നവരെക്കാൾ നാം ഒട്ട് ശ്രേഷ്ഠരല്ലെന്നുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിച്ചാൽ ഇന്ന് പകലും പറയാം, അനാവശ്യമായ വിചാരങ്ങൾക്ക് പകരം നാം ചിന്തിക്കുന്നത് അവിടുത്തെ രാജ്യവും നീതിയുമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം, കർത്താവേ
അവിടുന്ന് ഈ ലോക സ്ഥാപനത്തിന് മുൻപേ സ്തോത്രം അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവാകുന്നതിന് മുൻപേ എന്നെ തെരഞ്ഞെടുത്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഈ രക്ഷയുടെ പദ്ധതിയിലേക്ക് എന്നെ കൂടെ വിളിച്ചു ചേർത്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. സ്തോത്രം ഈ കൃപാസനത്തോട് അടുത്തു വരുവാൻ എൻ്റെ മേൽ അവിടുന്ന് ചൊരിഞ്ഞ കരുണയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഇതുപോലുള്ളൊരു ഭവനം ചമയ്ക്കുവാൻ അവിടുന്ന് എനിക്ക് അവസരം നൽകിയത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കുവാൻ എനിക്ക് തന്നിരിക്കുന്ന കൂട്ടായ്മയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. അമ്മേ, ദൈവസന്നിധി കടന്നു വരുവാൻ എന്നെ പ്രാപ്തരാക്കിയത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നല്ല വിദ്യാഭ്യാസമുള്ള സ്തോത്രം എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരോടും കുഞ്ഞുങ്ങളോടും ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. സ്തോത്രം. +2 വരെ പഠിച്ചിട്ട്, പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ട് അതിൻ്റെ മുൻപോട്ട് പോകുവാൻ സ്തോത്ര സാമ്പത്തികമായി നമ്മിൽ ഭദ്രതയില്ലാഞ്ഞതുകൊണ്ട്, അവർക്ക് കഴിയാഞ്ഞതുകൊണ്ട് തുടർ പഠനം വഴിയിൽ ഉപേക്ഷിച്ച് സ്തോത്ര സാധാരണ ജോലിക്കിറങ്ങിയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ സ്തോത്രം ഇന്നും ഉണ്ട് എന്ന യാഥാർത്ഥ്യം നിലകൊള്ളുമ്പോൾ തന്നെ സ്തോത്രം അവരുടെ മാന്യതയെയും ശ്രേഷ്ഠതയെയും കണക്കിലെടുത്തിട്ട് പറയട്ടെ, ഇന്ന് പകൽ നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ അവരെക്കാൾ ശ്രേഷ്ഠരായതുകൊണ്ടല്ല നമുക്ക് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസം ലഭിച്ചുവെങ്കിൽ സ്തോത്രം അതിന് മുടക്കാൻ സാമ്പത്തികം നമ്മുടെ കൈകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഗുണമോ മഹിമയോ ഒന്നും കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ മാത്രമാണെന്ന് തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയരെ, സ്തോത്രം. അതുകൊണ്ട് മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. നമുക്ക് വേണ്ടത് നമുക്ക് നൽകി തരുവാൻ മതിയായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. നാളെ നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ മാത്രമേ സ്തോത്രം നാളത്തെ കുറിച്ച് വിചാരപ്പെട്ടിട്ട് കാര്യമുള്ളൂ. സ്തോത്രം. അത് ദൈവത്തിന്റെ കരങ്ങളിലായതുകൊണ്ട് സ്തോത്രം നമുക്ക് ധൈര്യത്തോടെ പറയാം, കർത്താവേ, എനിക്ക് നൽകിയിരിക്കുന്ന ഈ ലഭിച്ചിരിക്കുന്ന സമയത്ത് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവേ അവിടുന്ന് എന്നെ സഹായിക്കണമേ. സ്തോത്രം. ഇവിടെ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കണം. സ്തോത്രം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് സ്തോത്രം എനിക്ക് മുൻപിൽ പറയുവാനുണ്ട്. എന്നാൽ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ വിചാരപ്പെടുന്നത് കൊണ്ട് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ ഒരിക്കലും കഴിയുന്നതല്ല. സ്തോത്രം. നമ്മുടെ വിചാരപ്പെടൽ, നമ്മുടെ വറീസ്, നമ്മുടെ ടെൻഷൻസ് അത് വ്യർത്ഥമാണെന്ന് വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8:32 സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സ്തോത്രം. നമ്മളെ അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? 1, അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. സ്തോത്രം. 2, നമ്മുടെ ചിന്താകുലങ്ങൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. സ്വാഭാവികമാണ്, മനുഷ്യർക്ക് ചിന്താകുലങ്ങളുണ്ട്, ടെൻഷൻസ് ഉണ്ടാകും. എന്നാൽ ആ ചിന്താകുലങ്ങൾ അറിയിക്കേണ്ടവൻ്റെ അടുക്കൽ അറിയിക്കുക. സ്തോത്രം. അറിയിക്കേണ്ടവൻ്റെ അടുക്കൽ അറിയിക്കുക. സ്തോത്രം. അവിടുന്ന് നമുക്ക് പരിഹാരം തരുവാൻ മതിയായവനാ, അവിടുന്ന് നമുക്ക് വേണ്ടി കരുതുവാൻ മതിയായവനാ. സ്തോത്രം. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഞാനൊരു അല്പസമയം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിട്ടുതരിക, ചില നിമിഷങ്ങൾ മാത്രം. ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 25-ാം വാക്യത്തിൽ നാം വായിച്ച 26-ാമത്തെ വാക്യത്തിൽ, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയെ കൂട്ടുവെങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അതിൻ്റെ അർത്ഥം അവ അധ്വാനിക്കുന്നില്ലെന്നല്ല, അവയ്ക്ക് വേണ്ടത് അവർ അധ്വാനിച്ച് സ്വരൂപിക്കുന്നുണ്ട്. അവയ്ക്ക് വേണ്ടത്, എന്നാൽ അധികമായി സ്തോത്രം കൂട്ടി വെച്ചത് കൊണ്ട് അർത്ഥമില്ലാത്തത് കൊണ്ട് അവർക്ക് സ്തോത്രം അറിയാം. സ്തോത്രം. ദൈവം അവർക്ക് വേണ്ടി കരുതുകയാണ്. എന്നിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുക, ഈ പറവയേക്കാൾ, ഈ മൃഗങ്ങളെക്കാൾ സ്തോത്രം ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങൾ വിശേഷതയുള്ളവരല്ലേ, നിങ്ങൾ വിശേഷതയുള്ളവരല്ലേ. അവയ്ക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ മതിയായവനാ. സ്തോത്രം. തലമുറകൾക്ക് വേണ്ടി കരുതുവാൻ മതിയായവനാ. അവരെ അത്ഭുതകരമായി നടത്തുവാൻ മതിയായവനാ. അങ്ങനെ ദൈവത്തിൻ്റെ
കരങ്ങളിൽ സ്തോത്രം ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. സ്തോത്രം അവർ ഇന്ന് പകൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ സ്തോത്രം ടെൻഷൻസ് ഒന്ന് മാറ്റി വെച്ചിട്ട് ധൈര്യത്തോടെ പറ, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം അധരങ്ങൾ അടച്ചു വെച്ചിരിക്കുന്നവരൊക്കെ അധരങ്ങളെ ഒന്ന് തുറന്നാട്ടെ. സ്തോത്രം ഹല്ലേലൂയ. തുറന്നിട്ട് പറ, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. അധരങ്ങളെ തുറന്ന് ശബ്ദത്തോടെ പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്റെ തലമുറകൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് വിചാരപ്പെടേണ്ട, അതുകൊണ്ട് ടെൻഷൻ വേണ്ട. അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളുമ്പോ എനിക്ക് വേണ്ടി കരുതുന്ന, എന്റെ തലമുറകൾക്ക് വേണ്ടി കരുതുന്ന, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവൻ നമ്മോട് തന്നെ ഒന്ന് പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി കരുതുന്ന, എന്റെ തലമുറകൾക്ക് വേണ്ടി കരുതുന്ന കഴിഞ്ഞ സ്തോത്രം ദിവസത്തെ മീറ്റിങ്ങിൽ കർത്താവിൻ്റെ ദാസൻ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു. ആ ദേവദാസൻ്റെ പിതാവ് നമുക്ക് കേട്ടല്ലോ, 7ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു? മരിച്ചുപോയി. സ്തോത്രം. എന്നാൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു, എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് ആ പ്രിയപ്പെട്ടവരെ ഇത്രത്തോളം കൊണ്ടുവരുവാനിടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ പറയട്ടെ, സ്തോത്രം, നാം നിമിത്തമല്ല നമ്മുടെ തലമുറയിൽ നിലനിൽക്കുന്നത്. സ്തോത്രം, നമ്മുടെ പ്രിയപ്പെട്ടവർ നിലനിൽക്കുന്നത്. അവർക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം, അവർക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം, നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം, നമ്മെ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ആയുസ് ദീർഘിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, ഈ ഭൂമുഖത്ത് ജീവിക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തമാക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ധൈര്യത്തോടെ ഇന്ന് പകലും പറ, സ്തോത്രം, വിചാരപ്പെടണ്ട. സ്തോത്രം, നമ്മുടെ പേരെടുത്ത് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിനോട് പറ, ദാവീദ് പറഞ്ഞ പോലെ, എൻ മനമേ സ്തോത്രം, നീ വിചാരപ്പെടരുത്. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒരുമിച്ച് സമർപ്പിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ സ്തോത്ര തിരുമേശയിലേക്ക് നാം ഒരുമിച്ച് പ്രവേശിക്കുകയാണ്. അമ്മേ, തിരുമേശ ഇന്ന് ഭാഗവാക്കുകളാകുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമല്ലോ. കർത്താവ് യേശുവിനെ ജീവിതത്തിൽ സ്വന്തം രക്ഷകനായി അംഗീകരിച്ച് കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന അമ്മ വിശ്വാസ സ്നാനം സ്വീകരിച്ച ഏത് പ്രിയപ്പെട്ടവർക്കും തിരുമേശയിൽ നിന്ന് ഭാഗവാക്കുകളാകാം. കർത്താവിൻ്റെ ദാസന്മാരും കൂടെ മുമ്പോട്ട് കടന്നു വരും. സ്തോത്രം.